കട്ടപ്പനയിലെ PSC ജില്ലാ ആസ്ഥാന മന്ദിരത്തിന്റെ നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കണമെന്നും മെഡിസിപ്പിലെ അപാകതകൾ പരിഹരിക്കുമെന്നും ലീവ് സറണ്ടർ പുനഃസ്ഥാപിക്കണമെന്നും കേരള PSC എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. കട്ടപ്പന EMS റോഡിൽ NG യൂണിയൻ മുൻ സംസ്ഥാന പ്രസിഡന്റ് KP മേരി ഉദ്ഘാടനം ചെയ്തു. പുതിയ UDF സർക്കാരിന്റെ ബജറ്റിൽ സർക്കാർ ജീവനക്കാരെ അവഗണിച്ചതായി KP മേരി കുറ്റപ്പെടുത്തി. ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കുവാൻ ലക്ഷ്യമിട്ടാണ് ധവളപത്രം അവതരിപ്പിച്ചത്. ഇത് തൊഴിൽക്ഷാമം രൂക്ഷമാകും. സ്വകാര്യവൽക്കരണത്തിന് മുൻതൂക്കം നൽകിയുള്ളതാണ് UDF ബജറ്റ്. മുൻ LDF സർക്കാരുകൾ സർക്കാർ ജീവനക്കാർക്ക് നൽകിയ ഉറപ്പുകൾ പാലിച്ചിരുന്നു. ജീവനക്കാരുടെ ക്ഷേമത്തിനും ജനസേവനത്തിനുമാണ് മുൻഗണന നൽകിയിരുന്നതെന്നും KP മേരി പറഞ്ഞു. ഒരു കടുത്ത വെല്ലുവിളിയെ നേരിടുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എന്റെ ജില്ലാ സെക്രട്ടറി ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. ഈയുള്ള നമ്മുടെ സിവിൽ സർവീസിന്റെ പോക്ക് അത്ര സുഖമാകില്ല എന്നതാണ് ഈ കഴിഞ്ഞ സംസ്ഥാന ബഡ്ജറ്റ് അതോടൊപ്പം ധവളപത്രവും കൂടി കഴിഞ്ഞു. എങ്ങനെ സിവിൽ സർവീസിനെ ചുരുക്കാം, എങ്ങനെ ജീവനക്കാരുടെ എണ്ണം ഇല്ലാതാക്കാം, അതുവഴി എങ്ങനെ ജനങ്ങൾക്ക് ലഭിക്കുന്ന സേവനങ്ങളാണ് ഇല്ലാതാക്കാം എന്ന അജീഷ് PU അധ്യക്ഷനായി. സുജിതാകൃഷ്ണൻ പ്രവർത്തന റിപ്പോർട്ടും ഷാനവാസ് CM രക്തസാക്ഷി പ്രമേയവും ലതാ ഗോപാൽ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. നേതാക്കളായ രാജീവ് TG, ഷിബു AS, MR രഞ്ജിത്ത്, സീമ തങ്കച്ചി തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ജില്ലാ സെക്രട്ടറിയായി ഷാനവാസ് CM, പ്രസിഡന്റായി റാണി KA, ട്രഷററായി രജനി രവീന്ദ്രൻ, വൈസ് പ്രസിഡന്റായി അബ്ദുൾ റസാഖ്, ജോയിന്റ് സെക്രട്ടറിയായി അനൂപ് സെബാസ്റ്റ്യൻ എന്നിവരെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.